ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ അവിടെ സന്തോഷമായിട്ടും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു ഞാനും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേതും പതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഓർത്തെടുക്കും, ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും കേട്ടോ. അങ്ങനെയുള്ള പതിവുകളൊക്കെ എല്ലാവർക്കും കാണും. അപ്പോൾ മഴ ആയതുകൊണ്ട് കുറേ ദിവസം ജോലിയൊന്നും ഇല്ലാതിരുന്നു ചേട്ടന്. ഇപ്പോൾ മഴയൊക്കെ തോർന്നതിന് ശേഷം ഇപ്പോൾ പതിവായിട്ട് തന്നെ ജോലിയുണ്ട് കേട്ടോ. ജോലി സ്ഥിരമായിട്ട് പോയിട്ടും ഒരു ദിവസം പോകാതിരുന്ന എന്തോ കുറേ വർഷത്തോളം പോകാതിരിക്കുന്ന ഒരു ഫീലിങ്സ് ആണല്ലേ. അത് ഈ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കേ അതറിയാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല കൂലിപ്പണിക്കാർക്കും അതറിയാൻ പറ്റും. ഇപ്പോൾ മാസശമ്പളം, ഗവൺമെൻറ് ജോലി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് അറിയാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഡെയിലി ജോലിക്ക് പോയി ഡെയിലി ശമ്പളം കിട്ടുന്നത് അന്നന്ന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് തീർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലേ എല്ലാവർക്കും അങ്ങനെ തോന്നാറുള്ളത്. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. കുറേ ദിവസം വരെ അടുപ്പിച്ച് ജോലിക്ക് പോയിട്ട് ഒരു ദിവസം പോകാതിരുന്നാൽ പോലും ഒരുപാട് ദിവസം വരെ ജോലിക്ക് പോകാത്തൊരു ഫീലിങ്സാണ്. അപ്പോൾ ഞാൻ പതിവുപോലെ എൻ്റെ അടുക്കളയിലെ പാചക ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസം വാങ്ങിയ കണവ മീൻ ഇത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണവ തോരനും മരിച്ചിനിയും കൂട്ടി കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മരിച്ചിനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കണവ മീൻ എന്തായാലും തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എബിക്ക് ഇതാ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ അവൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാൽപ്പാടയാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എടുത്ത് വെക്കുന്ന പാൽപ്പാടയാണ്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ പാൽപ്പാട ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അല്ല, പാൽപ്പാട എടുത്ത് ഞാൻ നെയ്യ് ഉണ്ടാക്കിയത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 3ാമത്തെ തവണ ഉണ്ടാക്കിയതാണ് കേട്ടോ. 2ാമത്തെ തവണ ഉണ്ടാക്കിയ പാൽപ്പാട ഞാൻ ശേഖരിച്ച് വെച്ചതെല്ലാം ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയ സമയത്ത് അതെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പാത്രത്തിൽ ഒരു പകുതി മുക്കാലോളം ഉണ്ടായിരുന്നു പാൽപ്പാട. ഇപ്രാവശ്യത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റോടെയാണ് അത് കിട്ടിയതും. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിൽ പൂപ്പലോ ഫംഗസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വെള്ള നിറത്തിലായിരുന്നു കേട്ടോ അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും എബി ഇന്ന് ഓരോരോ ജോലിയിലാണ്. അവൻ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിനകമൊക്കെ ഒന്ന് തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോലി ചെയ്യാനൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും ഒരു ഉത്സാഹമായിരിക്കുമല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ ജോലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യില്ലെന്നല്ല, പക്ഷെ ഒരു ഉത്സാഹം കാണത്തില്ല. ഒരാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാനും ഒരു ഉത്സാഹമായിരിക്കും. അടുത്തെന്ത് എന്നൊരു ചോദ്യം കൂടെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറേ നേരം ലേറ്റായിട്ടായിരിക്കും ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എബിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ തീർത്തു. അവനുള്ള ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ. ചേട്ടൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ചേട്ടൻ ജോലി ചെയ്തില്ല എങ്കിൽ പോലും ഇങ്ങനെ അടുത്തൊക്കെ വന്ന് നിന്നോളും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടും നിൽക്കും കേട്ടോ. ചില സമയത്ത് അത് പറഞ്ഞ് വഴക്കിലും ആകാറുണ്ട്. അതാണ് സത്യം പറഞ്ഞ പതിവ്. അപ്പോൾ എബിത വീട്ടുമുറ്റത്ത് പുല്ലെല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓൺലൈൻ വഴി വന്നതാണ്. അതെന്താണെന്ന് കാണിക്കാം കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ച സംഭവമാണ് ഇത് മിക്കു ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ റേറ്റ് കൂടിയത് കൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തായാലും മോനത് ഭയങ്കര ഇഷ്ടമാണ്, കുടിക്കാനും അവനത് ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ റേറ്റ് ഒന്നും നോക്കുന്നില്ല, ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ലിറ്റിൽ ജോയ്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ്, ഇതിൻ്റെ റിവ്യൂ വീഡിയോസ് കാണുന്നതാണ്. പിള്ളേർക്ക് ഇതെന്തുമാത്രം ഇഷ്ടമുണ്ടെന്നും കാണുന്നതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു യാത്രയൊക്കെ ഉണ്ട് നമുക്ക്. ആ ഒരു ടൈമിൽ വീട്ടിലോട്ട് പോകേണ്ട ആ ഒരു ആവശ്യമുണ്ട്, അപ്പോഴും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരമായി കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ്, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ്. ട്യൂഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് എബിയും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇന്ന് കളിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബീനയുടെ കടയിലോട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലോട്ടും വീഡിയോ കോൾ വിളിച്ച് കണ്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂട്രി മിക്സ് കാണിക്കണമായിരുന്നു മിക്കുവിനെ. അവനത് ഇഷ്ടമാണ്, പക്ഷേ ഇത് കാണിച്ച് അവൻ എന്താണെന്ന് അറിയില്ല. ഈ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് നമ്മൾ കാവ്യയുടെ കല്യാണത്തിന് എനിക്കും അഞ്ജുവിനും ഇടാൻ വേണ്ടിയിട്ട് ധാവണി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാരി വാങ്ങിച്ചിട്ട് എനിക്കും അഞ്ജുവിനുമായിട്ട് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും തയ്ച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങൾ 2 പേരും വേറെ ഡ്രസ്സൊക്കെയാണ്. അത് തലേ ദിവസം ഇട്ട ഡ്രസ്സാണ് പിറ്റേ ദിവസം കാവ്യയുടെ കല്യാണ റിസപ്ഷന് പ്രദീപിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഇട്ടത്. അങ്ങനെ ആ ഒരു തുണി എടുത്തിട്ട് അഞ്ചു തന്നെ ഇപ്പോൾ ആരി വർക്ക് പഠിക്കാൻ പോയപ്പോഴത്തേക്കും അവൾ ഒരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. ചുരിദാറിൽ അവൾ ആരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി തുണി എടുത്താണ് മിലുവിന് ഈ ഒരു ഫ്രോക്ക് തയ്ച്ചത് കേട്ടോ. അപ്പോൾ അത് കാണിച്ച് തരികയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സ് കാണാനായിട്ടും.
അപ്പോൾ മിലു അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്, ചേട്ടൻ്റെ ബഹളമൊക്കെ കണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇനി ഇവളെന്നാണോ ഇങ്ങനെ ഇറങ്ങി ഓടി ചാടി ബഹളമൊക്കെ വെക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതാ മിക്കു വന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ട്, മിലുവിനെ കാണിച്ചു തരുന്നുണ്ട്, മിലുവിനെ കടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വഴക്ക് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും. ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കുറേ വിളിച്ചു, അവൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എബി വന്ന് വിളിച്ചാൽ ഉടൻ തന്നെ അവൻ നോക്കാറുണ്ട്, പക്ഷെ ഞാൻ വിളിച്ചാൽ അവൻ അധികമൊന്നും ആശ നോക്കാറില്ല. പിന്നെ കുഞ്ഞമ്മ പതിവ് പോലെ തയ്യലാണ് കേട്ടോ. കുഞ്ഞമ്മ അംഗൻവാടിയിൽ ജോലിയുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ട് തയ്ക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ദാ മേശയുടെ അടിയിൽ പോയിരുന്നാണ് മിക്കുവിൻ്റെ കളി മൊത്തം. കാവ്യെന്ന് വിളിച്ചാണ് കുഞ്ഞമ്മയുടെ പുറകെ നടക്കുന്നത്. ഇത് കാവ്യയല്ല, ഇത് ബീന അമ്മാമ്മയാണ് എന്ന് പറഞ്ഞാലും അവനിടയ്ക്ക് കാവ്യെന്ന് വിളിച്ച് കുഞ്ഞമ്മയെടുത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ, അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ആൻറ്റിയും ടീനും ടിറ്റിയൊന്നും ഇവിടെ ഇല്ല, അവർ ബാംഗ്ലൂരായിരുന്നു കുറച്ച് ദിവസം. ആ സമയത്ത് അമ്മ ഇവിടെ വന്ന് നിന്നതാണ്. പിന്നെ അവർ വന്നിട്ടും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മച്ചി കേട്ടോ. ഞാൻ കുറേ വീഡിയോസൊക്കെ കുറേ എഡിറ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ടാണ് ആൾക്കാരെ കാണിക്കുന്നതും ഞാൻ പറയുന്നതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ഒരു റംബൂട്ടാൻ എടുത്ത് 5 മിലുവിന് കൊടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചിയും വല്യമ്മയും അങ്ങ് താഴെ വീട്ടിലാണ് കിടക്കുന്നത് കേട്ടോ, വല്യമ്മയുടെ വീട്ടിലാണ്. അച്ചുവും ജിൻഡും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അമ്മച്ചിയും കൂടെ ഇവിടെ നിന്നത്. പിന്നെ അമ്മച്ചിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് തീരെ അങ്ങോട്ട് പോകാത്തത്. അവിടെ ഇനാരെ ഉണ്ടല്ലോ, അതാണ് അങ്ങ് പോവാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.